TDF जिंदाबाद TDF जिंदाबाद പ്രതിഷേധം 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 INTUC പ്രതിഷേധം INTUC പ്രതിഷേധം ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധം ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധം TDF പ്രതിഷേധം TDF പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നാട്ടാരെ RTCയിലെ തൊഴിലാളിക്ക് ശമ്പളമില്ല ബോണസ് ഇല്ല DA ഇല്ല DA കുടിശ്ശിക ഇല്ലേ ഇല്ല ഇതെന്ത് ഭരണം സർക്കാരെ ദിവസം പലത് കഴിഞ്ഞിട്ടും രാവുന്നില്ല പകലുന്നില്ല വെയിലെന്നില്ല മഴയെന്നില്ല പണിയെടുക്കും തൊഴിലാളിക്ക് ശമ്പളം എവിടെ സർക്കാരെ പറയൂ മാനേജ്മെന്റ് തൊഴിലാളികളുടെ ശമ്പളം എവിടെ ദിവസം പലത് കഴിഞ്ഞിട്ടും ഓണക്കാലമായിട്ടും തൊഴിലാളികളുടെ ദുരിതങ്ങൾ ചെവികൊള്ളാത്ത സർക്കാരെ അടിയന്തിരമായി കൂലി തന്ന് ഓണം കൂടാൻ അനുവദിക്കൂ ഓണക്കാലമായിട്ടും തൊഴിലാളികളുടെ ദുരിതങ്ങൾ ചെവികൊള്ളാത്ത സർക്കാരെ അടിയന്തിരമായി കൂലി തന്ന് ഓണം കൂടാൻ അനുവദിക്കൂ സർക്കാരിനെ ഓണമെങ്കിലും ആഘോഷിക്കാൻ ദിവസം പലത് കഴിഞ്ഞിട്ടും ജോലിക്കൂലി തന്നൂടെ പറയൂ സർക്കാരെ ഇതെന്ത് ഭരണം സർക്കാരെ ഇതുപോലൊരു നാരിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല TDF സിന്ദാബാദ് INTUC സിന്ദാബാദ് വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ് TDF സിന്ദാബാദ് വിൻസെന്റ് MLA സിന്ദാബാദ് സമ്പാൻ രവി സിന്ദാബാദ് PS Umar സിന്ദാബാദ് INTUC സിന്ദാബാദ് പ്രതിഷേധം തൊഴിലാളികളുടെ പ്രതിഷേധം ജീവിക്കാന് പ്രതിഷേധം തൊഴിലാളികളുടെ പ്രതിഷേധം ജീവിക്കാനായി പ്രതിഷേധം ഇന്ന് തീയതി 11 ഇനി ഓണത്തിന് ഏകദേശം 3 ദിവസം മാത്രമേ ശേഷിക്കൂ. തിരുവോണത്തിന് ഏകദേശം 3 ദിവസം മാത്രമേ ശേഷിക്കൂ. KSRTCയിലെ തൊഴിലാളികൾക്ക് സർക്കാർ മാനേജ്മെന്റ് ഇന്നേ വരെ ശമ്പളം അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ പണി ചെയ്യുന്നത് 0% DAക്കാണ്. ഒരു മാസം മിനിമം 11,000 രൂപ നഷ്ടത്തിലാണ് KSRTCയിലെ ഓരോ തൊഴിലാളിയും പണി ചെയ്യുന്നത്. ഇതുവരെ ശമ്പളം തന്നിരുന്നത് പല ഗഡുക്കളായിട്ടാണ്. ഈ ഓണക്കാലമായിട്ട് ആ ഒരു ഗഡു പോലും തരാതെ തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു തെറ്റായ സമീപനം, അഹങ്കാരമായ ധാർഷ്ട്യമുള്ള ഒരു സമീപനമാണ് ഇന്നത്തെ ഈ കേരളത്തിലെ സർക്കാരും KSRTC മാനേജ്മെന്റും മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ സർക്കാരും KSRTC മാനേജ്മെന്റും നടപ്പിലാക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ TDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. അതിന്റെ ഒരു സൂചനാ പണിയുടെ കൂട്ടായിട്ട് ഇന്ന് സമരം നടത്തിയിരിക്കുക. ഈ സമരത്തിൽ പങ്കുചേർന്ന എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും പൊതുജനങ്ങൾക്കും ഒറ്റ വാക്കിൽ വർക്കേഴ്സ് യൂണിയന്റെയും TDFന്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.